ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൾട്ടിപ്ലെയർ വീഡിയോ ആയിട്ടാണ്. എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയുണ്ട് മൾട്ടിപ്ലെയർ കളിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിന്ന് ഒരു മൾട്ടിപ്ലെയർ കിടുക്കാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മൾട്ടിപ്ലെയറാണ് ഇടാൻ പോകുന്നത്. നമ്മൾ സ്പോണായി തന്നെ അത്യാവശ്യം ഒരു നല്ല ബയോമിൽ തന്നെയാണെന്ന് തോന്നുന്നു. കണ്ടോ ഗൈസ്, ഏകദേശം ഉണ്ടോ അവിടെയൊക്കെ വേറെ എന്തൊക്കെ സൈസ് ബയോമുണ്ട്. എന്തായാലും ഫസ്റ്റ് തന്നെ വുഡ് വെട്ടി തുടങ്ങാം. അത് അവിടെ വുഡുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ വുഡ് വെട്ടാൻ പോണ്. വാടി വാ 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 വുഡ് വെട്ടാൻ വാ. തന്നെ വേഗം കുറച്ച് ഫുഡ് എടുക്കണം. ഇവിടുന്ന് എടുക്കല, അവിടെ പോയി എടുക്ക്. വേറെ മരത്തിൽ നിന്ന് എടുക്ക്. ഏതെങ്കിലും കുഴപ്പമില്ല, ഏതായാലും. ഞാൻ കരിയിലൊന്നും വേണ്ട, വേറെ ലൊട്ടക്കരിയിൽ ഇപ്പം മരം എടുക്കുക. എന്നിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഫസ്റ്റ് എപ്പിസോഡ് തന്നെ. വില്ലേജ് അപ്പാണ് ഈ വേൾഡിനൊന്നും വില്ലേജ് കിട്ടില്ലല്ലോ. അങ്ങനെ വേഗമൊന്നും വില്ലേജ് കിട്ടാൻ ചാൻസ് ഇല്ല. എൻ്റെ വേൾഡ് പോലെ വേണം. എൻ്റെ വേൾഡിൽ ചറവറ വില്ലേജാണ്, 3-4 വില്ലേജ്. പിന്നെ നമ്മളുടെ സർവൈവൽ സീരീസ് വേറൊരു എപ്പിസോഡ് ഉണ്ട്. അതിൻ്റെ വീഡിയോ എന്തായാലും ഉടനെ തന്നെ വരുന്നതാണ്. അല്ല, ഈ എപ്പിസോഡിൻ്റെ കൂടെ തന്നെ അവിടെ എൻ്റെ ചാനലിൽ ഉണ്ടാവും. നീ എന്തിനീ കരിയിലെടുക്കുന്ന? എൻ്റെ അയൺ ഫാം ഉണ്ടാക്കി നല്ല ഗിയറപ്പായ എപ്പിസോഡ്. ഞാനും കുറച്ച് കരിയില പറിക്കുന്നുണ്ട്. നമുക്ക് ഉരുക്കാൻ നല്ല ആവശ്യമുണ്ടാവും കരിയില. പിന്നെ 2 പൂ എടുത്തിട്ടുണ്ട്. എന്തിനാണ് ഒന്ന് ഈ കമൻറ്റിൽ വന്ന് 2 പൂവല്ല 1 പൂ എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ ഉണ്ടാകും. അതാണ് നമ്മുടെ ലക്ഷ്യം. 64 അന്ന് 64 എടുക്കാം. എന്ത്? ഞാൻ വിചാരിച്ചു 64 വുഡ് എന്നാണ്. പക്ഷേ ഞാനൊന്ന് പ്രതീക്ഷിച്ചു 6 വുഡ് എത്ര നേരമായിട്ട് എടുത്ത്. എൻ്റെ പ്ലാങ്ക് തന്നെ 36 ഇപ്പോൾ. സ്റ്റിക്ക് ഉണ്ടാക്കി ഒരു ആക്സ് എടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ഒന്നൊന്നും തികയില്ല, 2 ആക്സ് എടുക്കാം. മൊത്തം 3 ആക്സ് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് ഒന്ന് കൊടുക്കാം. ഇങ്ങോട്ട് വാ. ഉണ്ടാക്കി എത്ര വേണം? എന്നാ കുഴപ്പമില്ല. നിനക്കുള്ള ആക്സ്. എന്നിട്ട് വാ, നമുക്ക് പോവാം. പോകുന്ന വഴിക്കുള്ള ആടിനെയൊക്കെ തട്ടി നമുക്ക് കാട്ടിൽ ഉണ്ടാക്കാം. അതായിരിക്കും സേഫ്. അല്ലാണ്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ എന്താ കോഴിയല്ല, കോഴിനൊക്കെ ഇവിടെ നമുക്ക് ഇവിടെ നിന്നിട്ട് ആട് ഇതുവരെയായിട്ട് നമുക്ക് സ്പോണായിട്ടില്ല ഗൈസ്. എന്താണെന്ന് അറിയില്ല, ഇതുവരെയായിട്ട് സ്പോണായിട്ടില്ല. എൻ്റെ കൂടെ വാ. ഇതങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട്. കരിമ്പ് ഷുഗർ കെയിൻ. അതാ അവിടെ ഒരു തേനീച്ചക്കൂട് ഇല്ല. ഞാൻ പൂവെടുത്ത് എന്തായാലും നന്നായി. നമുക്ക് ആ തേനീച്ചക്കൂട് ഗൈസ്. ഇപ്പം നൈറ്റ് ആവാണ്ട് സോംബി സ്പോണാവോ? ഇതെന്താ ഗൈസ് ഇങ്ങനെ? സോംബിനെല്ലാം പറപ്പിച്ചിട്ട് ആൾ. ഓക്കെ ഗൈസ്, നമുക്ക് ബെഡിലുള്ളതായിട്ട്. അയ്യോ, ബെഡിലുള്ള മാത്രമല്ല ഫുഡിലുള്ളതായിട്ടുണ്ട് സോംബി. ഇതെന്താ നൈറ്റ് ആവാണ്ട് സോംബിയൊക്കെ? അവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് അവിടെ ഓൾറെഡി മൈൻക്രാഫ്റ്റ് സ്പോണാക്കിയാണ്. ആഹാ, എൻ്റെ ആക്സ് പൊട്ടിച്ച്. ഇതാണ് ഞാൻ അടിക്കാൻ. എനിക്ക് ആടിനെ എടുക്കാനുള്ള ആക്സ് ആയിരുന്നു. എന്ത് പെട്ടെന്ന് എൻ്റെ ആക്സിൻ്റെ എവിടെ? ഓ ഗൈസ്, നമുക്ക് കിട്ടി ഗൈസ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയില്ല. നമ്മൾ തൊട്ടപ്പുറത്തെ സ്പോണേ നമുക്ക് മൈൻക്രാഫ്റ്റ് നല്ല രീതിക്ക് നമ്മളെ ചിയറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടോ, ഫസ്റ്റ് ഞാൻ എന്താ റീസ്പോൺ സെറ്റ് ചെയ്യട്ടെ. ഏതെങ്കിലും വീട്ടിൽ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ സ്പോണാവും. അടുത്ത് തന്നെയാ, സീനില്ല. എവിടെയാലും ഇത്ര അടുത്തല്ലേ. നമുക്ക് ആവശ്യമുള്ള ഏതേലും ഉണ്ട് ഇവിടെ. അതിൻ്റെ മുമ്പ് നമുക്കൊരു വേണ്ട, ഞാൻ വിചാരിച്ച അയൻകോളത്തിൻ്റെ തട്ടാണ്. വേണ്ട, പാവല അവിടെ നോട്ടെ. എന്ത്? അത് ട്രേഡർ വില്ലേജർ. അതൊന്നും കൊടുത്തിട്ടില്ല. അത് ചെലന്തീൻ്റെ കണ്ണ്. മൾട്ടിപ്ലെയർ ആണ്ട് നല്ല രസം ഉണ്ടാവും. എന്തായാലും കമൻറ്റ് ചെയ്യും മൾട്ടിപ്ലെയർ ഇനി വേണോ. 10 ദിവസം എന്തായാലും സ്കൂള് തുറക്കുന്നവരെ ഉണ്ടാവും മൾട്ടിപ്ലെയർ. അപ്പം നമുക്ക് ഓക്കെ ഗൈസ്, ഫുഡിനുള്ള ആയിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അൺലിമിറ്റഡ് ഫുഡായി ഇറങ്ങി പൊളിച്ചെടുത്ത്. നമ്മൾ ഈ വില്ലേജിലെത്തിയിട്ട് ലൂട്ട് ചെയ്തില്ലല്ലോ. എന്തെങ്കിലും ലൂട്ട് ഉണ്ടോ നോക്കട്ടെ. ഈ വില്ലേജിൽ വലിയ ലൂട്ടൊന്നും ഉണ്ടാവാറ് ചാൻസ് ഇല്ല ഗൈസ്. നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ. ഏതെങ്കിലും വീട്ടിൽ ലൂട്ടുണ്ടോ നോക്കി. അയ്യേ, ഇവിടെ ആകെ 3 വീടുകൾ. ഞാൻ നോക്കാം. ഫസ്റ്റ് തന്നെ കാണിച്ചരാ. എവിടെ മറിക്കേ? സാഡിലും കിട്ടിയിട്ടുണ്ട്, വാട്ടർ ബക്കറ്റും കിട്ടിയിട്ടുണ്ട്, ഒരു ടോർച്ച്. ആഹാ, എന്തൊരു ഉപകാരം. എവിടെ?
ഇവിടെ ഒരു ബ്രെഡും രണ്ട് മറ്റേ കോഴി കൊടുക്കുന്ന സാധനം പുല്ല. കൊള്ളാം. ഒരു ബ്രെഡ്. എന്നാലും വില്ലേജ് കിട്ടിയില്ലേ ഇത്ര വേഗോ? അതെന്ത് പരിപാടിയാ? ഓ ഗൈസ്, നമുക്ക് ട്രീ ഫാം ഉണ്ടാക്കാനുള്ള സെറ്റ്. ഇവിടെ ബക്കറ്റ് ഉണ്ട് നമുക്ക്. ഇതെന്താ ഇത്ര വേഗം നൈറ്റ് ആവുന്നേ? സാധാരണ ഇത്ര വേഗം നൈറ്റ് ആവാറില്ലാത്തതാണല്ലോ. ഇതെന്താ ഇത്ര വേഗം നൈറ്റ് ആവുന്നേ? ഗൈസ് എന്തുവാ നൈറ്റ് ആവുന്നത്? ഈ മരം വലിയ മരമാവും. അതിന് തന്നെ 5-6 ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് തന്നെ ഫുഡ് കിട്ടും. ഞാൻ എന്തായാലും കിടന്നു നോക്കട്ടെ. ഈ 2 നില വീടാക്കാം. എൻ്റെ ബെല്ലടിച്ചു, പള്ളി മണി അടിച്ചു, എല്ലാവരും വേണ്ടി കയറുക. ഓ ഗൈസ് ഏതാ നോക്ക് വൈബ്. സോംബി കൂട്ടത്തോടെ വരുന്നു ലൈനായിട്ട് നമ്മുടെ വില്ലേജേഴ്സിനെ അടിക്കാൻ വേണ്ടി. വില്ലേജേഴ്സിനെ അല്ല എന്നെ അടിക്കാനേ വരുന്ന. പോയി കിടന്നുറങ്ങണി നിന്റെ ചുറ്റും. എന്റെ വീട്ടിന്റെ മുന്നിലാണ്. എന്റെ വീട്ടിന്റെ മുമ്പിലും. പക്ഷെ മീറ്റിന്റെ പടാവല്ലേ. ഓ ആക്സും പൊട്ടി, അവനും ചേർത്ത്. ഞാൻ വന്നു. വാ കിടക്ക. മോൺസ്റ്ററാണോ? ഞാൻ വരാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമ്മള് ഒരു ആക്സ് ഉണ്ടാക്കിയിട്ട് അങ്ങ് പോട്ടെ. തീർക്കാവന്മാരെ. എവിടെ? അവിടെ പുറത്ത് വില്ലേജർ ഉണ്ടോ? പാവം വില്ലേജർ. നീ എനിക്കിട്ടാണോ അടിച്ചേ? പുറകോട്ടൊന്നും നോക്കിയേ. എല്ലാ സോംബി നിന്നെ പറയുന്നത്. ഒന്ന് തോടാ ആർമർ ഇട്ടവനെ. ഒന്ന് തോട് അല്ല. ഇപ്പൊ എന്നാ അവൻ തോട്. പോയി കിടക്ക. അയ്യോ കൊള്ളാം. ഞാൻ സ്റ്റീവാണ്. പൊട്ടി ഇല്ല, പൊട്ടല്ല കുട്ടാ. ഞാനിതോ ഇതിന്റെ മുകളിൽ കാണുന്നുണ്ടോ? അയ്യോ എടീ ക്രീപ്പറിന്റെ ചാവാത്തെ വാങ്ങിട്ട് വേട്ടാളി ക്രീപ്പർ. ഇതെന്നടി ചാവുന്നതിന് അര ഹാർട്ട് എനിക്ക്. അര ഹാർട്ട്. ഓടാനും വയ്യ, ചാടാനും വയ്യ. ഞാൻ എന്തായാലും ബ്രെഡ് എടുത്ത് ഫുഡ് ഉണ്ടാക്കട്ടെ. വേണ്ട എനിക്ക് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡ് അൺലിമിറ്റഡ് ബ്രെഡാ. ഒരു സ്റ്റാക്കിന്റെ മേളിൽ കിട്ടും എനിക്ക്. നമുക്ക് ഇഷ്ടം പോലെ വീറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അൺലിമിറ്റഡ് ഫുഡാ. കണ്ടോ 2 സ്റ്റാക്ക്, കറക്റ്റ് 2 സ്റ്റാക്ക് ഫുഡ്. അത് ഫുഡ് വേണോ? ഫുഡ് അല്ല ഫുഡ്. എന്താണ് എന്റെ വീട്ടിലേക്ക് വെക്കോണ്ടേ? എന്റെ വീട്ടിന്റെ മുമ്പിലുണ്ടല്ലോ. എന്നാ ഉരുക്കൊന്നും വേണ്ട. എന്നാ പൈതി കൊടുക്കുക. എടുത്തോ. എത്ര ഉണ്ട് നോക്ക്. അത് എൻ്റെ വീട്ടിലുണ്ട്. പോയി എടുക്കാനല്ല, അതിനൊന്ന് ക്രാഫ്റ്റ് ചെയ്തോ. ഓക്കെ സെറ്റ്. ഒരു ഇതും കൂടി ഉണ്ടാക്കട്ടെ നമ്മൾ. എന്താണെന്ന് വെച്ചാൽ ഒന്ന് സൈഡ് മാറിക്കോ. പെട്ടി കൊടുക്കാനായിരുന്നു. ഓക്കെ, നമുക്ക് എനിക്കൊരു സാധനം കൂടി ഉണ്ട്. ചെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇരിക്കട്ടെ. ആവശ്യം വരും. ചിലപ്പോൾ ഇവള് വേൾഡിൽ നിന്ന് വേഗം ലെഫ്റ്റ് ആവാനുള്ള സിറ്റുവേഷൻ വന്നാൽ അവൾക്ക് ആ സാധനങ്ങളൊക്കെ വേഗം ലെഫ്റ്റ് ആവണമെങ്കിൽ എനിക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ എനിക്ക് എടുക്കാമല്ലോ ഗൈസ്. ഗൈസ് എന്തുമില്ല കേവാ നോക്ക് ഗൈസ്. ഈ കേവിൽ നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ പോകണം. എന്നാൽ പിന്നെ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ഉപകാരം കണ്ടോ ഗൈസ്. നമുക്ക് കിട്ടി വലിയ കേവ് എന്ന് വെച്ചാൽ വെമ്മാടൻ കേവ്. നമ്മളെന്തായാലും ചെസ്റ്റുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനമൊക്കെ ഇങ്ങോട്ട് എടുക്കട്ടെ. അതിനും വയസ്സ് നമ്മൾ ഇതുവരെയായിട്ട് ഒന്നും ഗിയറപ്പ് ആയിട്ടില്ലേ. നമുക്ക് കുറച്ച് ഇത് മാത്രമുള്ള നമ്മുടെ കയ്യിൽ. എടി ആ വീട്ടിൽ പോയിട്ട് വാട്ടർ ബക്കറ്റ് എടുത്തിട്ടോ. നേരത്തെ കണ്ടില്ലേ? ഞാൻ കുറച്ച് കല്ലെടുക്കട്ടെ. കല്ലിൻ്റെ ടൂൾസിലേക്ക് ആക്കാൻ വേണ്ടി. ഏതൊരു വീട് ആദ്യം നീ കണ്ടില്ലേ? ഈ വേട്ടാവണി സ്കെൽട്ടൻ. കുറച്ച് കല്ലെടുക്കട്ടെ. ഇനി അടിയിലേക്ക് കുഴിച്ച് കല്ലെടുക്കാൻ തന്നെയുണ്ട്. ഞാനിവിടെ കുറച്ച് കല്ല് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. നീ ഇങ്ങോട്ട് എൻ്റെ പുറകെ വരുന്നേ? കല്ലൊന്നും കറക്റ്റായില്ല. കളട്ടെ. കല്ലിൻ്റെ ഉണ്ടാക്കുന്ന ടോർച്ചിന് കോള് വേണമല്ലോ. കേവിൻ്റെ അടിയിൽ പോകണമെങ്കിൽ ടോർച്ച് വേണ്ടേ? ഞാൻ കുറച്ച് കല്ലെടുത്ത് കോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് കോള് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളെന്താ നേരത്തെ പറഞ്ഞ കേവില്ലേ, അവിടെ തന്നെ നമുക്ക് കോള് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 27 കല്ലിൻ്റെ അടുത്ത് എടുത്തു. ഞാൻ പോകുന്നില്ല. ഞാനിവിടെ കോൾ എടുത്തോണ്ട് നിൽക്കുക.
എന്റെ കയ്യിലുള്ള ആവശ്യമുള്ള ഓ ആവശ്യത്തിനുള്ളതൊന്നും കിട്ടില്ല. വെറും 2 കോള്. ഓ അയ്യോ ഞാൻ ചെത്ത്. ഇതും കൊണ്ട് ചാടിയായിരുന്നു ഞാൻ പടായനെ. വെറും 3 ഹാർട്ടും കൊണ്ട്. അത് ഉറപ്പല്ല പടായിന്ന്. നൈസായിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചാടിയൊന്നും ചാവില്ല. ഇതല്ലേ കോള്. ഞാൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നേ. ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടായാൽ മതിയായിരുന്നു കുറച്ച് കോള്. തിരിച്ച് മേളിൽ കയറാനുണ്ട്. ആ കോളവിടെ കോള് ബഗ്ഗടിച്ചിട്ട് ഈ കോള് കിട്ടിയില്ല. അതവിടെ ഉണ്ട്. ഓ എന്തിനാ പേടിക്കണം. ഇവളവിടെ പൊട്ടാറ്റോ കൊടുത്ത് എമറാൾഡ് മേടിച്ചോണ്ട് പോകും. 6 പൊട്ടാറ്റോ കൊടുത്താൽ 4 പൊട്ടാറ്റോ കൊടുത്താൽ ഒരു എമറാൾഡ് കിടുമല്ലേ. നമുക്ക് ട്രേഡ് വില്ലേജർ ഉണ്ടാക്കാം. ട്രേഡ് ഹാൾ. ഓ എൻചാൻറ്റഡ് അയൺ ആക്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. എന്തോ ഡൈ ആണ്. കളർ മാറ്റാനുള്ള ബെസ്റ്റ് ഡൈ മേടിച്ച് കളർ അടിക്കാനുള്ള സാധനം അടി. ഇപ്പം നിന്റെ കട്ടിലിന് ആ കളറാക്കാൻ പറ്റും. ഇതിൽ കുതിരൻ്റെ ആർമറിനൊക്കെ കളർ മാറ്റാൻ പറ്റും. ആ സാധനം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും മേലോട്ട് കയറട്ടെ. എന്നിട്ട് ആ കോള് വെച്ച് കുറച്ച് വേണ്ട. അതിന് നിനക്കുണ്ടോ കുതിരേൻ്റെ ആർമർ? ടോർച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ അടുത്ത് ടോർച്ച് ഏകദേശം നല്ല രീതിക്ക് അത് 49 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ 24 വെച്ച് നമ്മൾ അടിയിലേക്ക് അങ്ങ് പോവാണ്. അടിയിലേക്ക് പോവാണ്. വേഗം വന്നോ, ഉള്ളിലേക്ക് വേഗം വന്നോ. നമ്മൾ അടിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ആക്സ് ഉണ്ടാകണം. ഒരു ആക്സ് അവൾക്ക് എനിക്കും കൂടി കല്ലിൻ്റെ ഉണ്ടാകട്ടെ. അല്ല കല്ലിൻ്റെ ആക്സ് ഉണ്ടോ അതിൻ്റെ അടുത്ത്? എനിക്ക് അടിക്കൊണ്ടില്ലല്ലോ. എന്താ അയണിൻ്റെ പിക്ക്? ഓക്കെ. നിനക്ക് വേണ്ടേ ആക്സ്? ഓക്കെ. ആക്സ് ഉണ്ടാക്കുന്ന ഒരു പിക്കാക്സും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എനിക്കിപ്പോൾ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഫുഡ് ഇവിടെ വെച്ചോട്ടോ. കുറച്ചും ഉണ്ടായിരുന്നു അങ്ങോട്ട്. ചിലപ്പോൾ ചത്ത എല്ലാം പോകും. ഞാൻ എന്തായാലും ഒരു 3 ഇതേ എടുത്തിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ബ്രെഡൊക്കെ വെക്ക്. ഞാൻ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുള്ളൂ. എന്തായാലും ഇപ്പം നൈറ്റ് ആവാറായോ? ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കാം. ഓ നൈറ്റ് ആവാറായി. 3 ബ്രെഡ് കയ്യിൽ വെച്ചായി. പൊട്ടാറ്റോ വെക്കവിടെ. അല്ലെങ്കിൽ പൊട്ടാറ്റോ വെറുതെ ഇതാ നൈറ്റ് ആവാറായി. ഇനി രാവിലെ നമ്മൾ കേവിലേക്ക് പോകുന്നതാണ്. എന്തായാലും ഒന്ന് രാവിലെ ആക്കട്ടെ. നമ്മളങ്ങനെ രാവിലെ ആക്കിയിട്ടുണ്ട്. നമ്മൾ കേവിലേക്ക് അങ്ങ് പോവുകയാണ്. എങ്ങനെയാണ് കേവിൻ്റെ ഈ സാധനം ഒന്ന് എടുത്തേക്കാം. എന്താണെന്ന് വെച്ചാൽ ഹൈറ്റിൽ നിന്ന് ആടുമ്പോൾ ഇത് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് പോവില്ല. ഒന്നെടുത്തേക്ക് ആവശ്യം വരും. ഏബേലിൽ വന്ന സാധനം. നീ ടോർച്ചോ? അതിനകത്തുള്ള 24 എടുത്തോ. തിരിച്ചുകൊണ്ടോക്ക്. എൻ്റെ അടുത്തുണ്ട് ടോർച്ച്. എൻ്റെ അടുത്തുണ്ട്. അത് ആവശ്യം വരും നമുക്ക്. അത് കുഴപ്പമില്ല, എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും തിരിച്ച് കയറി വരാൻ പറ്റില്ല. ചാവേണ്ട വരും അടിയിൽ നിന്ന്. ഞാൻ എന്തായാലും ചാടാൻ പോണേ. വേണ്ട. എൻ്റെ ഫുഡ് ഇപ്പോഴേ തീർന്നു. എന്താ വെച്ചാൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ? വെറുതെ ഏബയിലെടുത്ത് ഇതാക്കി. ഇവിടെ വെള്ളമുണ്ട്. എങ്ങോട്ടാ ചാടുന്ന? അയ്യോ കറക്റ്റ് വെള്ളത്തിലേക്ക് വീണേ. ഞാൻ എന്തായാലും കരയിലേക്ക് വീഴട്ടെ. കരയിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ അത് അവള് വരട്ടെ. ചാട്. ഒരടി കിട്ടിയാ നീ ചത്ത്. അടി അങ്ങനെയാണല്ലേ. ചാട് നേരെ വെള്ളത്തിലേക്ക്. നോക്കി നിൽക്കുന്ന എയറിൽ ചാടെന്ന്. ചത്ത്. എടി നേരത്തെ ഞാൻ വേണ്ട വരും. നേരത്തെ ആയിട്ട് വിട്ടോ. ഞാൻ എന്തായാലും. അയ്യോ ലാവ ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ഞാൻ ടോർച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ടോർച്ച് ഷർവറാക്കാം. ലാവേൻ്റെ വെട്ടം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു കേവ് പോകുന്നുണ്ട്. ഇവിടെ എന്താ ടോർച്ച് വെക്കാൻ പറ്റാത്ത? ഓക്കെ ടോർച്ച്. ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു ചെറിയ കേവായതുകൊണ്ട് അധികം സോംബി ഒന്നും ഉണ്ടാവാൻ ചാൻസില്ല. അതവിടെ ഒരു കേവ് ഉണ്ട്. വാ നിൽക്ക്. അങ്ങോട്ട് ഫസ്റ്റ് ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ ഫസ്റ്റ് കണ്ടേ. ഇവിടെ ലൈറ്റപ്പ് ചെയ്ത് നോക്കാം. എന്താന്ന് വെച്ചാ ഗസ് ഗോൾഡ് കിട്ടി ഗാസ്. ഏതാലേ ഗോൾഡ്? ഞാൻ വരുന്നു. എവിടെ പൊട്ടിക്കല്ലേ? റെസ്റ്റോറൊന്നും പൊട്ടിക്കില്ല. നമുക്ക് അയൺ വെച്ച് പൊട്ടിക്കാം. ഇതാ ഇങ്ങോട്ട് ഓടിയായിരുന്നു. നല്ല എമറാൾഡ് വരും ഗൈസ്. അങ്ങനെ നമുക്ക് എമറാൾഡ് ഡയമണ്ട് ഏതാ. അപ്പം നമുക്ക് ഇന്ന് തന്നെ അടുത്ത വീഡിയോ തന്നെ നമുക്ക് നേതറിൽ പോകാനുള്ള സെറ്റ് ചെയ്യാം. പൊട്ടിക്കത്ത്.
ഇല്ലല്ലേ എൻ്റെ കൂടെ വാ എൻ്റെ കൂടെ വാ. ഇല്ല. ഇവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവും. ഓക്കെ വാ 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 സ്കെൽട്ടൻ ഉണ്ട് അവിടെ. ഓ അവിടെ റെഡ് സ്റ്റോൺ ഡയമണ്ട് ഏതാല്ലേ കിടു. ഞാൻ മുമ്പിൽ പോവാതായിരിക്കും ബെറ്റർ. ഇവിടെ ഒന്നും ഇല്ലല്ലോ ഐസ്. ഇവിടെ ഒന്നും ഇല്ല. നീ ഒന്നും കണ്ടില്ല, ഞാനേ കണ്ടുള്ളൂ. ഓ വീണ്ടും ഗൈസ്. ഓ ഡയമണ്ട് കിട്ടി സ്വീറ്റ്. അപ്പൊ നമുക്ക് അടുത്ത കുഴിച്ചോക്കട്ടെ അവിടെ എന്തെങ്കിലും ഉണ്ടോ. ഞാനും കുഴിച്ചോക്കട്ടെ. എത്ര ഉണ്ടെന്ന് കുഴിച്ചോക്കാം. ഒന്നേ ഉള്ളൂ. അറിയാണ്ട് ആ ഡയമണ്ട് ഒന്നും പിടിച്ചു പോയില്ല. അപ്പൊ അടുത്തതിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഇല്ല, നെതറിൽ പോവാൻ പറ്റും. ഓ മിനിമം 3 ഡയമണ്ട് വേണം. നീ എങ്ങോട്ട് ഓടുന്നേ? നന്നായി. നീ എങ്ങോട്ട് ഓടുന്നേ? ഞാൻ ഇങ്ങ് എത്തിയോളൂ. ഞാൻ ഇങ്ങോട്ടേക്ക് വരും. ഞാൻ എന്തൊക്കെ എടുക്കണ്ടേന്ന് പറ. അവൾ പടായി. ഞാൻ എടുത്തു തരാം. കുറച്ച് ടോർച്ച് എടുത്ത്. അല്ല വേണ്ട, ടോർച്ച് നിന്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അയ്യോ സ്കൾട്ടൻ ഇവനെന്താ എവിടെ നിന്ന് വന്നേ? അവൾ ഇവന്റെ ഈ സ്കൾട്ടന്റെ മുമ്പ് പടായെന്ന് തോന്നുന്നു. എന്തായാലും അവന് പടാക്കിണ്ട്. നമ്മളേതാ പ്രൊഫഷണലായി. ഫുഡ് അവള് ചാടി വരുമായിരിക്കും. കുറച്ച് ഫുഡൊന്ന് 15 എടുത്തോ. 15 വേണോ? നമുക്ക് അവിടെ വേണ്ടേടി. ഇല്ല, അവിടെ കുറെ ഉണ്ട്. എന്നാ പിന്നെ കുറച്ച് ടോർച്ച് എടുത്തിട്ട് വിട്ടാൽ ആവശ്യമല്ലോ. അവിടെ ഉണ്ടാ അതിന്റെ അടുത്ത് സാധനങ്ങളുണ്ട് വെട്ടാനുള്ള എൻ്റെ 12 ടോർച്ച് മതിയോ? മതി. ഒരു ചെറിയ ഏവും കൂടി ഉള്ളു. നമുക്ക് എന്തായാലും ഡയമണ്ട് കിട്ടിയ ഇതിൽ എന്തൊരു ലക്കാന്നറിയോ? 2 ഡയമണ്ട്. ഇതില് ഈ ഡയമണ്ടിൽ എത്ര ഉണ്ട് നോക്കണമല്ലോ. നോക്കട്ടെ. ഒരു ഡയമണ്ട് വേണം. വെള്ളത്തിലേക്ക് ചാടിയത് കുറച്ച് മുന്നിലേക്ക്. കൊള്ളപ്പന്നിയുള്ള ടോർച്ചെല്ലാം കൊണ്ട് കളഞ്ഞ്. അല്ല വെള്ളത്തിലാണോ നിലത്താണോ ചത്തേ? അല്ല ഇതിലാണോ ലാവയിലാണോ ചത്തേ? എന്നാ എനിക്ക് അവിടെ പോവല്ലേ അങ്ങോട്ട്. വീണ്ടും ധൃതി പിടിച്ച് പോയാ ഞാൻ കാണിച്ചു. ഇങ്ങോട്ടിട്. ഞാനാ സ്റ്റെപ്പ് ഉണ്ടാക്കിയ സാർ. ഓ ഗൈസ് ഇതിലെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നുവെച്ചാൽ ഇവിടെ ഫുൾ ലാവ. നല്ല പോകാൻ ശ്രമിച്ചു നോക്കട്ടെ. എൻ്റെ കൂടെ തന്നെ പറഞ്ഞ ക്രൗച്ച് ചെയ്ത് ഇനി ഹെൽത്ത് ഉണ്ടെങ്കിൽ ലാവയിലേക്ക് അല്ലാണ്ട് ഇങ്ങോട്ട് ചാടിക്കോ. ലാവയിലേക്ക് എങ്ങനെ ചാടിയാ ഞാൻ വെച്ചുതരാം. ബ്ലോക്ക് വെച്ചുതരാം. അവിടെ ബ്ലോക്ക് വെച്ചുതരാം. ഇതെങ്കിലും കറക്റ്റായി ചെയ്തല്ല. ഫുഡില്ല എൻ്റെ അടുത്ത്. നിനക്ക് വന്നപ്പോൾ കുറച്ച് ഫുഡും കൂടി. ഫുഡ് എടുക്കണ്ടാവും. അയ്യോ സ്കൾട്ടൻ മാമൻ ഹെൽത്ത് ഇല്ല. അയ്യോ അവളത് അങ്ങോട്ട് പോയിട്ട് അടി കിട്ടി മനസ്സിലാവും. കിട്ടിയില്ലേ? ഇവിടെ മേളിലാവൻ. വന്നോ ഫൈറ്റ്. അല്ല ഇപ്പൊ പടാവും. ഒരടി. അയ്യോ ഞാൻ പടായി. ഇല്ലപ്പാവും. അയ്യോ ഇപ്പൊ ലാവിലേക്ക് പോയി ചത്തേനെ പടാവെന്ന് പറഞ്ഞിട്ട്. അവിടെ ആരാളെ? വെറും 3 ഹെൽത്തും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടും. മൾട്ടിപ്ലെയർ ആണ്. കണ്ട എന്ത് രസാ കേവ് എക്സ്പ്ലോർ ചെയ്യാൻ. ഇവിടെ ഒന്നും ഇല്ലല്ലോ. അതാ വെള്ളത്തിന്റെ ഇടയിൽ എൻഡർമാൻ. അവന്റെ കണ്ണിലേക്ക് നോക്കണം. അതിന് മുമ്പ് ഇവിടെ ഒരു സ്ഥലം ഉണ്ടാക്കണം. അവന്റെ കണ്ണിലേക്ക് നോക്കണം എനിക്ക്. ഓക്കെ കണ്ണെവിടെടാ? അയ്യോ കണ്ണമ്മൻ വന്ന്. ഓക്കെ കണ്ണമ്മൻ വന്ന്. നീ നോക്കല്ല അവന്റെ കണ്ണിലേക്ക്. ഞാൻ നോക്കിയിട്ടുണ്ട്. നീ മുമ്പൊന്ന് മാറിക്കല്ലേ അടി നിനക്ക് കിട്ടും. അവനടിക്കണ്ട. എന്ത് നിക്ക് അവനിപ്പ തട്ടിഞ്ഞ കിട്ടി. നിനക്ക് എവിടെ? ഓ ഫസ്റ്റ് എപ്പിസോഡ് നോക്ക് നമുക്ക് കിട്ടിയ സാധനം എൻഡറായി. ഓ നമ്മുടെ കയ്യിൽ എൻഡറായി. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ മേളിട്ട് എത്തണം? അതിന് പിക്കാക്സ് ഒന്നും തരുമോടി? എന്തിനാന്ന് വെച്ചാൽ ഫുൾ ഒരു ലോഡ് കല്ല് വേണം നമുക്ക് മേളിട്ടെത്താൻ. താവന്ന്. നീ എവിടെ? എങ്ങോട്ടാ കയറി പോന്നേള്? അവിടെ ഒന്നുമില്ല. ഞാൻ നോക്കിയതാ. നമുക്ക് ഇവിടുന്ന് തന്നെ കല്ലെടുക്കാം. അവിടെ ഒരു പരന്ന സ്ഥലം. ആഹാ ഒന്ന് തരുവോ? ഞാൻ അതാ നിന്റെ താഴെ. ഇപ്പൊ ഒന്നും കൂടി കിട്ടിയാനെ. അതിന്റെ ഹെൽത്ത് കളയാണ്ട് ഇവളെ കൊണ്ട് തോറ്റി. കിട്ടി. ഞാൻ എന്തായാലും പോയിട്ട് ഇതെടുക്കട്ടെ. കല്ല് കുറച്ചധികം എടുത്തിട്ട് ഞാൻ എന്തായാലും 42 കല്ലെടുത്തിട്ടുണ്ട് ഗല്ല്. അപ്പത്തേനും അവള് പാടായി. ഒരു 6 കൊണ്ട് അങ്ങ് മേലോട്ട് കയറിയതാ. ചെറുങ്ങനൊന്ന് കല്ല് സ്ലിപ്പായി നേരെ താഴോട്ട് ടിം ചത്ത്. ഞാനതാ വരുന്നു. നീ എന്തിനാ വില്ലേജസിന്റെ കിടക്കേ പോയി കിടക്കുന്ന? അതുകൊണ്ടല്ലേ വില്ലേജസ് കിടക്കില്ല. ആര്
ഇവിടെ ഫുൾ വീണ്ടും പടം. നമ്മളിത് അങ്ങോട്ട് ചാവുന്ന റെക്കോർഡ് ഉണ്ടെങ്കിൽ ഇവൾക്ക് എന്തായാലും റെക്കോർഡ് അടിക്കും കേട്ടോ ഗൈസ്. ഓക്കെ രാവിലെ ആയിട്ടുണ്ട്. നീ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നു എത്താ. ആഹാ വാതിലടയ്ക്കാണ്ട് കിടന്ന് ഉറങ്ങിയ ആളാ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ലേ, നിന്റെ എന്തോ നീ എന്തോ പറഞ്ഞു. ഈ കണ്ടരെന്താ ചെയ്യേണ്ടെന്നറിയ ഇവിടെ ഒറ്റ പറഞ്ഞു ചത്തില്ലേ ചാവ്. ഈ വേട്ടാളെ ഈ ഒറ്റ കാരണം നമ്മള് തീർന്നു. കണ്ടാ നമുക്ക് എൻട്രായി കിട്ടി. ഇതിന്റെ യൂസ് എന്താന്ന് വെച്ചാ ഞാൻ ഇപ്പം കാണിച്ചു തരാം. അതുണ്ടോ എനിക്ക് ആ വീട്ടിന്റെ വേൾട്ട് പോകണം. എന്താ പോവാൻ പോവാണ്. കൊള്ളാം. സഫക്കേറ്റ് ചെയ്ത് ചത്തു. എവിടെയാ മോൻ ചത്തേ? വീടിന്റെ മേളിൽ നോക്ക്. ഈ വീടിന്റെ മേലോട്ട് ചാടിപ്പോയതാ. മറ്റേ ആ സാധനം എറിഞ്ഞ് നമ്മൾ എങ്ങോട്ട് എറിയുന്നു അങ്ങോട്ട് നമ്മൾ എത്തും. അവിടെ എത്തും. എൻ്റെ സാധനങ്ങൾ ഇപ്പൊ താഴ്ത്തു വീഴുന്നതാണ്. പേടിക്കണ്ട. കാണുന്നില്ലേ? കണ്ട എൻ്റെ സാധനം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു വില്ലേജും കിട്ടി, ഒരു കേവും കിട്ടി, 2 ഡയമണ്ടും കിട്ടി. ഡയമണ്ട് എന്തായാലും സ്പോൺ ആയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു 3 സ്പോൺ ആക്കുക, ഓരോന്നാണ് സ്പോൺ ആക്കിയത്. അപ്പോൾ ഇനിയും ഈ മൾട്ടിപ്ലെയർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്സ്. ഇനിയും വീണ്ടും മൾട്ടിപ്ലെയർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്സ്. അപ്പോൾ ബൈ.